നമസ്കാരം ഗഡേസ്, ഇറ്റ്സ് മീ ബാഹുമോൻ. അങ്ങനെ നമ്മുടെ ക്രിസ്മസും കൂടെ എത്തിയല്ലേ. അപ്പൊ ക്രിസ്മസ് ആയിട്ട് നമ്മുടെ വക ഒരു പെട്ട സാധനം ഇങ്ങോട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ അത് കയറി കാണാത്തവരുണ്ടെങ്കിലേ ഒന്ന് കയറി കാണാൻ മറക്കണ്ട കേട്ടാ. അപ്പോ ക്രിസ്മസ് ആയിട്ട് അത് മാത്രം പോരാന്ന് അങ്ങോട്ട് തോന്നി. ഒരു കേക്ക് ഇല്ലാണ്ട് എന്തുട്ട് ക്രിസ്മസ് അല്ലേ. അപ്പൊ ഒരു കേക്ക് ഉണ്ടാക്കൽ അപാരതയിലേക്ക് നമുക്ക് കിടന്നാലാ. കാണാം, കണ്ടാസ്വദിക്കാം. അങ്ങനെ കേക്ക് ഉണ്ടാക്കണമെന്ന് മോഹമായി ചെന്ന് വിട്ടത് ഓറിയോ ബിസ്ക്കറ്റിന്റെ അടുത്തേക്ക്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ കേക്ക് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കേക്കാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ആ കേക്കിന്. അപ്പൊ ഒന്ന് കണ്ടാൽ എങ്ങനെ ഉണ്ടാക്കാന്ന്. എല്ലാ വീടുകൾക്കും നമ്മുടെ കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിന്റെ കേക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഓറിയോയുടെ ക്രീം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. ബിസ്ക്കറ്റ് മാത്രം മതി. ഒരു മിക്സി ജാറിലേക്ക് ഇടാം. പിന്നെ അതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മളിനി കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ വേണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മുടെ കേക്ക് ഒന്ന് പൊന്തി വരാനായിട്ട് ചേർക്കാം. പിന്നെ ആവശ്യാനുസരണം പാല്. നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടണം. ഞാൻ പറഞ്ഞ മാതിരി പ്രധാനപ്പെട്ട 3 സംഭവമാണ് നമ്മൾ ചേർത്തേക്കുന്നത് അല്ലേ. ഒന്ന് ഓറിയോ ബിസ്ക്കറ്റ്, രണ്ടാമത് മധുരം ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര, പിന്നെ പാല്. ഇതാണ് മെയിനായിട്ട് നമ്മുടെ 3 ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമ്മളെല്ലാവരും കേക്കിൽ ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡർ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ്. അങ്ങനെ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ബട്ടർ പേപ്പറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കേക്ക് ടിന്നും ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ഓയിലൊക്കെ നല്ലോണം തൂത്ത് കൊടുക്കണം ഈ കേക്ക് വിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് ഓവനിലൊന്നും വെച്ചിട്ടല്ല. നമ്മൾ ഇന്നൊരു
പാനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യണത്. അത് ഫസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5-10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഈ കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് തീ കുറച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് റെഡി ആയില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി നോക്കിയിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഗഡീസ്, അങ്ങനെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് ഇനി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഐറ്റംസ് ആയ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. അപ്പോളേ ബാഹുമോനും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്ന് കയറി ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബേക്കിംഗ് പരിപാടീസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അതിന് കുറച്ച് അലങ്കോലപ്പണികൾ ഡെക്കറേഷൻ പരിപാടീസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ച ക്രീം ഉണ്ടല്ലോ, ആ ക്രീം ഒരു ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക സോട്ട് ചെയ്തെടുക്കാം. ഒപ്പം തന്നെ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡയറി മിൽക്കിൻ്റെ സിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ ആ ക്രീമിൻ്റെ കൂടെ ഒന്ന് സോട്ട് ചെയ്തിട്ട് സിറപ്പാക്കി ഡെക്കറേഷൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് ഉണ്ടാക്കൽ അപാരത ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഒരു കേക്ക് ഉണ്ടാക്കി, പിന്നെ കുറച്ച് അലങ്കാരപ്പണികൾ ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു ക്രിസ്മസ് സ്റ്റാറിനെ നിങ്ങൾ കണ്ട സംഗതി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഗതി സ്റ്റാറാണ് കേട്ടോ, കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മുടെ സ്പെഷ്യൽ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാക്കി സിമ്പിൾ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.